സംഭവം അധ്യായം 1. ഈ സിനിമ കണ്ടപ്പോൾ കൂടുതലും ആൾക്കാരും പറഞ്ഞത് ഇതിൻ്റെ കൺസെപ്റ്റ് അങ്ങ് പിടികിട്ടിയില്ല, അല്ലെങ്കിൽ കഥയുടെ ട്വിസ്റ്റും ട്യൂണും ഒക്കെ കൊറിയൻ സിനിമകളുടെയൊക്കെ പാറ്റേൺ പോലെയാണ്, ഇങ്ങനെ ലൂപ്പിലൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന വലിയ പ്രശ്നങ്ങളൊക്കെയാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ കാകപുശുന്തി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് ഇവർ ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് മനസ്സിലായാൽ സിനിമയുടെ മുഴുവൻ സ്റ്റോറിയും ഒറ്റ ലൈനിൽ നമുക്ക് ക്ലിയർ ആവും. ശരിക്കും ടൈമിന് പുറത്ത് നിന്നെല്ലാം കാണുന്ന ഒരു ഒബ്സർവർ എന്ന രീതിയിലാണ് കാകപുശുന്തി അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കാക്കയുടെ രൂപമുള്ള ഒരു സ്കൾപ്ചർ പോലെയാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇനി കഥയിലേക്ക് വന്നാൽ 3 പോലീസ് ഓഫീസേഴ്സ് ഒരു മിസ്സിംഗ് കേസ് അന്വേഷിച്ച് കാട്ടിലേക്ക് പോകുന്നു. നിർഭാഗ്യവശാൽ അവരൊരു ടൈം ലൂപ്പിൽ കുടുങ്ങുന്നു. ഈ സെയിം സംഭവങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ കൺഫ്യൂസ്ഡ് ആയിട്ട് സത്യം അന്വേഷിക്കുന്നു. ശരിക്കും ഇതിൻ്റെ ട്വിസ്റ്റും കണക്ഷനും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോലീസുകാർ ടൈം ലൂപ്പിലാണ് ഓൾറെഡി, അല്ലെങ്കിൽ ട്രാപ്ഡ് ആയിട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷേ കാകപുശുന്തി ടൈമിന് പുറത്താണ്. ഈ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എല്ലാം ഈ കാകപുശുന്തിക്ക് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഓരോ ഇൻസിഡൻറ്റിന് മുമ്പും സിഗ്നൽ പോലെ ഈ ക്യാരക്ടറിലേക്ക് ഒരു ക്ലൂ ഈ കാകപുശുന്തി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഡയറക്റ്റ്ലി ഒരു സഹായവും അതിൽ നിന്ന് കിട്ടത്തില്ല. ഇനി എന്തുകൊണ്ടാണ് ഈ ലൂപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ചെയ്ത തെറ്റ് അല്ലെങ്കിൽ അവർ മറച്ചു വെച്ച ഒരു ട്രൂത്ത് ഉണ്ട്. അത് ആക്സെപ്റ്റ് ചെയ്യാത്തതിനാലാണ് ഈ ടൈം ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എങ്ങനെ ഈ ലൂപ്പിൽ നിന്ന് പുറത്തു വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ ഈ ട്രൂത്ത് ആക്സെപ്റ്റ് ചെയ്താൽ മാത്രം മതി. ഈ കാകപുശുന്തിയെ പോലെ പുറത്തു നിന്നുള്ളൊരു ഒബ്സർവർ ആയാൽ മതി, അല്ലെങ്കിൽ സിറ്റുവേഷൻ ഇവർ അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മാത്രം മതി. ഈ ലൂപ്പ് ബ്രേക്ക് ആവും. ഇല്ലെങ്കിൽ ഈ ലൂപ്പ് ഇങ്ങനെ വീണ്ടും റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. ടൈം വിറ്റ്നസ് എന്ന കൺസെപ്റ്റാണ് ഈ സിനിമയിൽ ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ ഇതിൻ്റെ ഡയറക്ടർ ജിത്തു സതീശൻ മംഗലത്തിനെ നമ്മൾ പൂർണ്ണമായിട്ട് അംഗീകരിച്ചേ പറ്റൂ. കാര്യം നമ്മൾ കൊറിയയിലൊക്കെ സിനിമ കണ്ടിട്ട് ഇത് ഗംഭീരമാണെന്നൊക്കെ നമ്മൾ പറയും, ഒരു രക്ഷയില്ല, പിടുത്തം കിട്ടുന്നില്ല, കിളി പോയി എന്നൊക്കെ പറയും. പക്ഷേ മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൺസെപ്റ്റും കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്.